ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണാൻ നല്ല ഭംഗിയുള്ള ബ്ലൂ കളർ ഹയാസിൻത് ഫ്ലവർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ബ്ലൂ കളറിൽ 10 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുക്കുക. ഇനി അത് കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി എടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കായിട്ട് മടക്കി കൊടുക്കുക. അതായത് താഴേക്കായിട്ട് രണ്ട് സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക. ഇപ്പോൾ മടക്കിയെടുത്ത പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം ഈക്വൽ ഹാഫായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കുന്ന സമയത്ത് ചെറിയൊരു പോർഷൻ പുറത്തേക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അത് സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മടക്കിയ ആ ഭാഗം ഒന്ന് നിവർത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അതേ ലെവലിൽ തന്നെ വീണ്ടും എക്സ്ട്രാ പുറത്തേക്ക് വന്നിരിക്കുന്ന ആ ഒരു പോർഷൻ കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ വി ഷേപ്പിൽ വന്നിരിക്കുന്ന ഭാഗത്തിൻ്റെ സെൻറ്ററിലായിട്ട് സിസർ ഉപയോഗിച്ച് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓരോ ലൈൻ പോലെ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ സൈഡുകളെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി ചെയ്യേണ്ടത് പേപ്പറിൻ്റെ മടക്കുകളെല്ലാം ഒന്ന് നിവർത്തി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. നമുക്കിത് ഈക്വൽ 4 പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒന്നുമില്ല, സെൻറ്ററിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് രണ്ടായിട്ട് ഒരിക്കൽ കൂടി കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് 4 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലത്തെ 6 പീസസ് ഓഫ് പേപ്പറിൽ 24 ഫ്ലവേഴ്സാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ചെറിയൊരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് വരുന്ന മാതിരി മടക്കി ഇതേ രീതിയിൽ ഒന്ന് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവറിൻ്റെ പെറ്റൽസ് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നതിനായിട്ട് നമ്മളിവിടെ സിസറാണ് യൂസ് ചെയ്യുന്നത്. സിസറിൻ്റെ മൂർച്ചയുള്ള ഭാഗം വെച്ചിട്ട് പെറ്റൽസ് എല്ലാം തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പെറ്റൽസിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ വലിക്കുന്ന സമയത്ത് ഒരുപാട് പ്രഷർ കൊടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ പെറ്റൽസ് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതേ രീതിയിൽ തന്നെ എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സ്റ്റെം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഗ്രീൻ കളർ ഒറിഗാമി പേപ്പർ എടുത്ത് ഈക്വൽ ഹാഫായിട്ട് നീളത്തിലൊന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ മടക്കി കട്ട് ചെയ്തെടുത്തതിൻ്റെ ഒരു പോർഷനാണ് കേട്ടോ ഇത്. ഇനി ഒരു സ്റ്റിക്കോ പെൻസിലോ ഉപയോഗിച്ച് അതിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. മടക്കി കഴിയുമ്പോൾ സ്റ്റിക്ക് മാറ്റിയിട്ട് എൻ പോർഷൻ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുത്ത ഓരോ ഫ്ലവറും ഗം ഉപയോഗിച്ച് സ്റ്റെമ്മിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യത്തെ ഫ്ലവർ ഒട്ടിക്കേണ്ടത് നമ്മൾ ചെയ്തെടുത്ത സ്റ്റെമ്മിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹോള് പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗം ഉപയോഗിച്ചിട്ട് അതിനുള്ളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഫ്ലവേഴ്സ് ഇതിന് താഴെയായിട്ട് സ്റ്റെമ്മിന് ചുറ്റും ഒട്ടിച്ചെടുക്കാം.
അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ലീഫ് ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് ഗ്രീൻ കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി അതിൻ്റെയും ഈക്വൽ ഹാഫായിട്ട് മടക്കാം. എന്നിട്ട് മടക്കുള്ള ഭാഗത്ത് ലീഫിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം അതേ ഷേപ്പിൽ തന്നെ സിസർ ഉപയോഗിച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരേ സൈസിലും ഷേപ്പിലുള്ള 2 ഇലകൾ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അത് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത സ്റ്റെമ്മിൻ്റെ 2 സൈഡിലുമായിട്ട് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഷേപ്പ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ലീഫും സിസറും ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്ലവേഴ്സ് നമുക്ക് ഹോം ഡെക്കർ ആക്കാനും അതേപോലെ തന്നെ ആർക്കെങ്കിലും ഫ്ലവർ ബൊക്കെയായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെയുള്ള നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.